ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അമ്പലത്തിൽ പോണ വീഡിയോ കേട്ടോ. പിന്നെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. അപ്പോൾ ആ വഴിയുള്ള കാഴ്ച കേട്ടോ അത്. അപ്പോൾ ഉണ്ണീനെ സുന്ദരി എടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ പോണത് എടപ്പാടുള്ള കുളങ്ങര അമ്പലത്തേക്കാട്ടോ പോയേ. കുറേ ആയി പോയിട്ട് ഞങ്ങളവിടുന്ന് കുറച്ച് പോവാണ്ടിട്ട് അമ്പലത്തേക്ക്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവിടുന്ന് കുറച്ചധികം പോവാണ്ട്. അപ്പോൾ 2 ബസ്സൊക്കെ മാറി കയറാനുള്ള ദൂരമുണ്ട്. പിന്നെ അമ്പലത്തിലെത്തിയപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ല രസമായിട്ട് അമ്പലം കാണാൻ. കുറച്ച് ഫേമസൊക്കെ ആയ അമ്പലം, വലിയ പൂരൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ചലച്ചിത്ര നടൻ ശ്രീ പി സുകുമാരൻ്റെ സ്മരണയ്ക്കായെന്ന്. അപ്പോൾ അവിടെയുള്ളവർ പറയണത് പൃഥ്വിരാജിൻ്റെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാനവിടെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് മാത്രം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാട്ടോ പോയേ. അതും കുറച്ച് ഫേമസ് ആയ ക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം കേട്ടോ അത്. പിന്നെ നല്ല ഭംഗിയാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം കാണാനായിട്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഇരുന്നില്ല, അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഞാനൊരു സ്പോട്ട് കാണിച്ചു തരാം. ഇത് കുറച്ച് ഫേമസ് ആയതാട്ടോ അവിടെ. അപ്പോൾ ഇതിൽ ഓരോ എനിക്ക് കറക്റ്റ് അതും അറിയില്ല, ഓരോരുത്തരും ഓരോ കഥകളാണ് പറയുന്നത്. കാലങ്കോഴി മന്തിന്ന അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തിലെ അമ്പലം, അപ്പം അമ്മയ്ക്കും അതുപോലെ അവിടെ പാപ്പൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തൊഴുതു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള അമ്പലം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തൊഴുതിട്ട് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.